Very good evening to all of you. Welcome back to Interview Batch ആൽഫ നഴ്സസ് അക്കാദമിയുടെ. അപ്പോ നമ്മുടെ ഫസ്റ്റ് ക്ലാസ് നിങ്ങൾ അത് കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് പോയിട്ട് കാണാം. നമ്മുടെ യൂട്യൂബ് ചാനലിൽ അത് ഫ്രീ ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആൽഫ നഴ്സിംഗ് ട്യൂട്ടോറിയൽസ് എന്നുള്ള ചാനലാണ്. അതിന്റെ ലിങ്ക് നമ്മുടെ ഗ്രൂപ്പിൽ ഓൾറെഡി ഷെയർഡ് ആണ്. ഓക്കെ, അതിലാണ് മെയിൻ ആയിട്ട് ജനറൽ അപ്പിയറൻസ് അല്ലെങ്കിൽ ജനറൽ ആയിട്ടുള്ള കുറെ ഇന്റർവ്യൂ ആസ്പെക്ട്സ് പറയുന്നുണ്ട്. അത് പോയിട്ട് നിങ്ങൾ നിർബന്ധമായിട്ടും കണ്ടിരിക്കണം. ആരെങ്കിലും കാണാത്തതുണ്ടെന്നുണ്ടെങ്കിൽ അതൊരു മെയിൻ ആയിട്ടുള്ള എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 60% ഒരു അപ്പീലിംഗ് അതിൽ കൂടിയാണ് വരുന്നത്. ഓക്കെ, എങ്ങനെയാണ് നിങ്ങൾ ഒരു ഇന്റർവ്യൂവിന് പോകേണ്ടത്, എന്തൊക്കെയാണ് അവിടെ നിന്ന് നിങ്ങൾക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ളത് എന്നൊക്കെ ഉള്ളത് റിയാസ് സർ നല്ല അടിപൊളിയായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അത് പോയിട്ട് നിങ്ങൾ കാണും. ഓക്കെ, ഇനി അപ്പം ആദ്യത്തെ ജനറൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഓൾറെഡി അതിന്റെ ക്ലാസ് കഴിഞ്ഞതാണ്. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ ഏരിയയിലുള്ള ടോപ്പിക്സിൽ കുറച്ച് കോൺഫിഡന്റ് ആയിട്ട് ഇരിക്കുക എന്നുള്ളതാണ്. ഓക്കെ, ഇപ്പം പീഡിയാട്രിക്സിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിലൊക്കെ ബ്രീഫ് ആയിട്ടുള്ള ഐഡിയ നമ്മൾ എല്ലാവർക്കും തന്നെ തരും. അപ്പോ പീഡിയാട്രിക് വാർഡിലൊക്കെ വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ പീഡിയാട്രിക് ICUലുള്ള ആൾക്കാർക്കൊക്കെ കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഇപ്പം ബ്രോങ്ക്യോലൈറ്റിസ് അത് ചിലപ്പോൾ എക്സ്പേർട്സ് ഉണ്ടാവാം. അപ്പോൾ ബ്രോങ്ക്യോലൈറ്റിസ് അല്ലെങ്കിൽ ന്യൂമോണിയനെ പറ്റിയിട്ട്, അതിന് IMNCI മാനേജ്മെന്റ്, ഡയേറിയയുടെ മാനേജ്മെന്റ്, മാൽന്യൂട്രീഷനെ പറ്റിയിട്ട് ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസുകളൊക്കെ ആയിരിക്കും അങ്ങനെ ആ ഒരു ഏരിയ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരുടെ അടുത്ത് ചോദിക്കുന്നത്. ഓക്കെ, ഞാൻ ജസ്റ്റ് എക്സാമ്പിൾ പറയുന്നതാണ്. അതേപോലെ തന്നെ ചിലപ്പം OBG ഡിപ്പാർട്ട്മെന്റിൽ, ലേബർ റൂമിൽ അല്ലെങ്കിൽ ആന്റിനേറ്റൽ വാർഡില്, പോസ്റ്റ്നേറ്റൽ വാർഡിൽ ഇങ്ങനെയുള്ള ആൾക്കാരുടെ അടുത്ത് ആ തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആയിട്ട് ചോദിക്കുക. ഇനിയിപ്പം കാത്ത് ലാബിൽ അല്ലെങ്കിൽ കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റ് അങ്ങനെയൊക്കെയുള്ള ആൾക്കാരെ അടുത്താണെന്നുണ്ടെങ്കിൽ MI, ഹാർട്ട് ഫെയിലിയർ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും ചോദിക്കുന്നുണ്ടാവുക. ന്യൂറോ ആണെന്നുണ്ടെങ്കിൽ സ്ട്രോക്ക്, ഹെഡ് ഇഞ്ചുറി പോലുള്ള കാര്യങ്ങളെ പറ്റിയിട്ടായിരിക്കും. അപ്പോൾ ഞാനൊരു എക്സാമ്പിൾ ആണ് ഇതിന്റെ ഒക്കെ പറഞ്ഞു തന്നത്. ഇനിയിപ്പം അഥവാ നിങ്ങളൊരു ചെറിയൊരു ഹോസ്പിറ്റലിൽ MLSPയിലാണ് വർക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിലാണ്, PHCയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ് വാക്സിൻസ്, കോൺട്രാസെപ്ഷൻ, അതേപോലെ തന്നെ നാഷണൽ ഹെൽത്ത് പ്രോഗ്രാംസ് ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് രണ്ടാമത്തെ പാർട്ട് എന്ന് പറയുന്നത്, നിങ്ങളുടെ ഏരിയ ഓഫ് എക്സ്പീരിയൻസ്. ഓക്കെ, ഇനി മൂന്നാമതൊരു പാർട്ട് ഉണ്ട്. ഇങ്ങനെ 3 പാർട്ടാണ് ഉള്ളത്. ഒന്നെന്ന് പറയുന്നത് ജനറൽ ആയിട്ടുള്ള അപ്പിയറൻസ് കാര്യങ്ങളുള്ളത്. അത് നിങ്ങൾക്ക് ചോദിക്കുന്ന കാര്യങ്ങളായിരിക്കില്ല. പിന്നെ അതിൽ നിന്ന് നിങ്ങൾക്ക് തന്ന ഫോം ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാം. അതൊക്കെ നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞതാണ്. സെക്കൻഡ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഏരിയ ഓഫ് എക്സ്പീരിയൻസിൽ നിങ്ങൾ കോൺഫിഡന്റ് ആയിട്ട് ഇരിക്കുക എന്നുള്ളതാണ്. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇത് എല്ലാവർക്കും ചോദിക്കാം. ഓക്കെ, എല്ലാവരുടെ അടുത്തും ജനറൽ ആയിട്ട് ചോദിക്കാൻ പറ്റുന്ന കുറച്ച് ക്ലിനിക്കൽ കൺസെപ്റ്റുകളാണ് ഇതിൽ വരുന്നത്. അതിൽ ചിലപ്പം ഇൻഫെക്ഷൻ കൺട്രോൾ വരാം, ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് വരാം, വാക്സിൻസിന്റെ എന്ന് വെച്ച് കഴിഞ്ഞാൽ പോസ്റ്റ് എക്സ്പോഷർ പ്രൊഫൈലാക്സിസിനെ പറ്റി ചോദിക്കാം. ഓക്കെ, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ, സ്പിൽ മാനേജ്മെന്റ്, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇതിൽ ചോദിക്കുന്നുണ്ടാവുക. ഓക്കെ, അപ്പോൾ ഈ 3 ഏരിയാസ് ആണ് നമ്മൾ നിങ്ങൾക്ക് ഈ ഒരു ഇന്റർവ്യൂ ബാച്ചിലൂടെ നിങ്ങൾക്ക് കിട്ടാനായിട്ട് പോകുന്നത്. അത് നിങ്ങളുടെ ഏരിയ ഓഫ് എക്സ്പീരിയൻസിനനുസരിച്ചിട്ട് നമ്മൾ എല്ലാ ഏരിയാസിനെയും ബന്ധപ്പെട്ടിട്ട് നിങ്ങൾക്ക് ക്ലാസ് എടുക്കുന്നതായിരിക്കും. ഓരോ ഏരിയയിൽ ഇപ്പം പീഡിയാട്രിക് ഡിപ്പാർട്ട്മെന്റിൽ ഇതെല്ലാവരും കണ്ടിരുന്നു. അതാത് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർക്ക് മാത്രമല്ല, ഇതൊക്കെ ചിലപ്പം ജനറൽ ക്വസ്റ്റ്യൻസ് ആയിട്ട് നിങ്ങൾ ചോദിക്കാം. ഓക്കെ, അപ്പോൾ ഇന്ന് ഞാൻ എടുക്കാനായിട്ട് പോകുന്നത് ഇൻഫെക്ഷൻ കൺട്രോളിന് വേണ്ടിയിട്ട് വെച്ചിട്ടാണ്. അപ്പം നിങ്ങൾ എല്ലാവരും ഒന്ന് മൈക്ക് ഓഫ് ആക്കുമോ? ആരുടെയോ മൈക്ക് ഓണാ? എല്ലാവരും ഒന്ന് മൈക്ക് ഓഫ് ആക്കും. നിങ്ങൾ എല്ലാവരും സ്വന്തം മൈക്ക് ചെക്ക് ചെയ്യുക, ഓഫ് ആക്കുക. ഓക്കെ ഡാ. ഇനി ഇന്നത്തെ ക്ലാസ് തുടങ്ങുന്നതിന്റെ തൊട്ട് മുന്നേ ആയിട്ട് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പോകുന്നത് ഒരു ഇന്റർവ്യൂവിനാണ്. ഓക്കെ, നമ്മുടെ കോളേജുകളിലെ അല്ലെങ്കിൽ നഴ്സിംഗ് സ്കൂളുകളിൽ നടന്നിട്ടുള്ള വൈവ പ്രാക്ടീസ് പോലെ നിങ്ങളിങ്ങനെ കുറെ കാര്യങ്ങൾ ഇങ്ങനെ ബൈ ഹാർട്ട് പഠിച്ചു പോകേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങളെ അടുത്തുനിന്ന് ഇന്റർവ്യൂവർ എക്സ്പെക്ട് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു കൺസെപ്റ്റ് ക്ലിയർ ആണോ എന്നുള്ളത് മാത്രമാണ്. അല്ലാതെ നിങ്ങൾ എല്ലാ പോയിന്റ്സും നമ്മളൊരു എക്സാമിന് പോകുന്നത് പോലെ അല്ലെങ്കിൽ ഫുൾ പോയിന്റ്സ് ഒന്നും നിങ്ങളെ അടുത്തുനിന്ന് അവർ എക്സ്പെക്ട് ചെയ്യുന്നില്ല. മെയിൻലി അവർ നോക്കുന്നത് നിങ്ങൾക്ക് അതിന്റെ കൺസെപ്റ്റ് ഉണ്ടോ, നിങ്ങൾക്ക് ആ ഒരു കാര്യം മനസ്സിലായിട്ടുണ്ടോ എന്നുള്ളത് മാത്രമാണ്. അതുകൊണ്ട് തന്നെ ഞാനിപ്പോ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് ഇന്റർവ്യൂ ബേസ്ഡ് ആയിട്ടുള്ളതാണ്. നിങ്ങളൊരു കോമ്പറ്റേറ്റീവ് എക്സാമിന് വേണ്ടിയിട്ട് നോക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ ഇത്ര പോയിന്റ്സ് പോരാ. ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കണം, പക്ഷെങ്കിൽ ഇത്ര പോയിന്റ്സ് പോരാ. ഈ ഒരു ടോപ്പിക്കിൽ നിന്നൊക്കെ അത്യാവശ്യം ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതാണ്. ഒരുപാട് കാര്യങ്ങൾ ഇനിയും പഠിക്കാനുണ്ട്. ഓക്കെ, അപ്പോൾ ഇന്റർവ്യൂർ നിങ്ങളുടെ അടുത്ത് ഈ ഒരു ഏരിയയിൽ നിന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെ ആൻസർ ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ പാർട്ടിൽ നോക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പൊ ഞാൻ ആദ്യം പറയാം, നിങ്ങൾ ഈ കാര്യങ്ങളൊന്നും തന്നെ ബൈ ഹാർട്ട് പഠിച്ച് പോകരുത്. ഓക്കെ, ബൈ ഹാർട്ട് പഠിച്ച് പോയി കഴിഞ്ഞാൽ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറെ ആ ഒരു എന്താ പറയാ, ഒരു അലോസരപ്പെടുത്തും. നമ്മൾ കൂളായിട്ട് പറഞ്ഞിട്ട് പോരുക എന്നുള്ളതാണ്, നമ്മൾ ആൻസർ ചെയ്തിട്ട് പോരുക എന്നുള്ളതാണ്. ഓക്കെ, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ കൂളായിട്ട് അതിനെ ആൻസർ ചെയ്യുക.
അതിന്റെ കൺസെപ്റ്റ് പറഞ്ഞു കൊടുത്താലും മതി. നിങ്ങൾക്ക് ഒരു 2 പോയിന്റ് മിസ്സായി എന്ന് വിചാരിച്ചിട്ട് ഒന്നും പ്രശ്നമാക്കേണ്ട ആവശ്യമില്ല. അതിൽ നിങ്ങളുടെ മാർക്കൊന്നും കുറയാനായിട്ട് പോകുന്നില്ല. നിങ്ങളുടെ കോൺഫിഡൻസ് ആണ് അവർ ചെക്ക് ചെയ്യുന്നത്. എന്ന് വെച്ചിട്ട് നിങ്ങൾക്ക് അറിയാത്ത കാര്യങ്ങളിൽ ഒരിക്കലും ഗസ് ചെയ്ത് ആൻസർ പറയുകയും വേണ്ട. ഓക്കെ, എന്ന് വെച്ച് കഴിഞ്ഞാൽ അസ്യൂം ചെയ്തിട്ട് അല്ലെങ്കിൽ ഗസ് ചെയ്തിട്ട് പറയുകയും വേണ്ട. നിങ്ങൾക്ക് അറിഞ്ഞുകൂടാത്ത കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ രീതിക്ക് പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ്. എനിക്ക് അറിയില്ല എന്ന് പറയാം, ഞാൻ അതിൽ പിന്നെ ഇത് കഴിഞ്ഞിട്ട് ഞാനൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം സാറേ, എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞാൽ മതി. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ടോപ്പിക്കിലേക്ക് കടക്കാം. വളരെ കുഞ്ഞു ക്ലാസ് ആണ്, എല്ലാം കുഞ്ഞു കുഞ്ഞു ക്ലാസ്സുകളായിരിക്കും. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ഏരിയ ഓഫ് എക്സ്പീരിയൻസിന്റെ ക്ലാസ്സുകൾ വരും ക്ലാസ്സുകളിൽ ഉണ്ടാവുന്നതായിരിക്കും. അപ്പൊ നമ്മൾ മെയിൻ ആയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ്സുകളൊക്കെ നോക്കിയിട്ട്, ഇതിപ്പം ഈവൻ PHC, CHC, MLSP ഇങ്ങനെയുള്ള ആൾക്കാർ സബ് സെന്ററിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ പോലും അവർക്ക് എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് എക്സ്പെക്ട് ചെയ്യാന്നുള്ളതും നമ്മൾ പറഞ്ഞു തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കിടക്കാം. ഹോസ്പിറ്റൽ ഇൻഫെക്ഷൻ കൺട്രോൾ. ഇൻഫെക്ഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ ബോഡിയിൽ ഒരു മൈക്രോ ഓർഗാനിസം കയറിയിട്ട്, അതിപ്പം ബാക്ടീരിയ ആവാം, വൈറസ് ആവാം, പാരസൈറ്റ് ആവാം, ഫംഗസ് ആവാം, ഏതോ ആയിക്കോട്ടെ, നമ്മുടെ നോർമൽ ഫിസിയോളജിക്കൽ സിസ്റ്റത്തിനെ ആൾട്ടർ ചെയ്യുന്നതിനെയാണ് നമ്മൾ ഇൻഫെക്ഷൻ എന്ന് പറയുന്നത്. പലതരത്തിലുള്ള ഇൻഫെക്ഷൻസ് ഉണ്ട്. നിങ്ങൾക്ക് ഏതൊക്കെ ടൈപ്പിലുള്ള ഇൻഫെക്ഷൻസിനെ പറ്റിയിട്ട് അറിയാം? ബാക്ടീരിയൽ, ഫംഗസ് അങ്ങനെയുള്ളത്. നോസോകോമിയൽ ഇൻഫെക്ഷൻസ് ഉണ്ട്. ഓക്കെ, നോസോകോമിയൽ ഇൻഫെക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെൽത്ത് കെയർ അസോസിയേറ്റഡ് ഇൻഫെക്ഷൻ എന്ന് പറയുന്ന മറ്റൊരു പേരാണ് നോസോകോമിയൽ ഇൻഫെക്ഷൻ. നെക്സ്റ്റ്, യാട്രോജനിക് ഇൻഫെക്ഷൻസ്. യാട്രോജനിക് ഇൻഫെക്ഷൻസ് എന്ന് പറയുന്നത് എന്താണ്? ഫിസിഷ്യൻ ഇൻഡ്യൂസ്ഡ് ആയിട്ടുള്ള ഇൻഫെക്ഷൻസ് ആണ്. ഓക്കെ, ആൻഡ് പിന്നെ മറ്റൊരു ടൈപ്പ് ഓഫ് ഇൻഫെക്ഷൻ നമുക്ക് മെയിൻ ആയിട്ടുള്ള 3-4 പഠിച്ചാൽ മതി നിങ്ങൾ. ഇനി മൂന്നാമത്തെ ഒന്നുള്ളതാണ് ഓപ്പർച്യൂണിസ്റ്റിക് ഇൻഫെക്ഷൻ. എന്താണ് ഓപ്പർച്യൂണിസ്റ്റിക് ഇൻഫെക്ഷൻ? ഓപ്പർച്യൂണിസ്റ്റിക് ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു എക്സാമ്പിൾ ആണ് നമ്മുടെ TB. ഓക്കെ, നമ്മുടെ മൈക്രോബാക്ടീരിയം ട്യൂബർകുലോസിസ് എന്ന് പറയുന്നത് നമ്മൾ എവിടെയൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെയൊക്കെ തന്നെ ഉണ്ടാവും. മിക്കവാറും നമ്മളൊരു ബസ് കയറി അവിടെ ഉണ്ടാവും. നിങ്ങളൊരു ഓൾഡ് ഏജ് ഹോമിൽ പോകുകയാണെന്നുണ്ടെങ്കിൽ അവിടെയൊക്കെ ചിലപ്പോൾ ഉണ്ടാവാം. അല്ലെങ്കിൽ നിങ്ങളൊരു പബ്ലിക്കിൽ പോകുകയാണെന്നുണ്ടെങ്കിൽ അവിടെയൊക്കെ ഈ TB ബാക്ടീരിയ ഉണ്ട്. പക്ഷെ നമുക്ക് TB വരുന്നുണ്ടോ? നമുക്ക് TB അത്ര പെട്ടെന്നൊന്നും കിട്ടൂല. അതിന്റെ കാരണം എന്തുകൊണ്ടാണ്? അതിനെ കില്ല് ചെയ്യാനുള്ള ഒരു ഡിഫൻസ് മെക്കാനിസം നമ്മുടെ ബോഡിയിലുണ്ട്, അല്ലേ? എപ്പോഴാണ് നമുക്ക് ഈ TB ഇൻഫെക്ഷൻസ് ഒക്കെ കോമൺ ആയിട്ട് കിട്ടുന്നത്? ഒന്നും പറയുന്നത് കുറച്ച് റിസ്ക് ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രൂപ്പാണ് ഒന്ന് പീഡിയാട്രിക് ഗ്രൂപ്പ്. ഓക്കെ, കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ റെസ്പിറേറ്ററി ട്രാക്കും കാര്യങ്ങളൊക്കെ അതിൽ കുറച്ച് പ്രത്യേകതകളുണ്ട്. അതുകൊണ്ട് പീഡിയാട്രിക്, നിങ്ങളൊരു പീഡിയാട്രിക് വാർഡ് എടുത്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ ഒരു 90% ഒരു റെസ്പിറേറ്ററി ഡിസോർഡേഴ്സ് ആയിരിക്കും. ഓക്കെ, ലാരിഞ്ചൈറ്റിസ്, ക്രൂപ്പ്, ബ്രോങ്കിയോളൈറ്റിസ് എന്നൊക്കെ പറഞ്ഞ ന്യൂമോണിയ, ഇത്തരത്തിലുള്ള കണ്ടീഷൻസ് ആയിരിക്കും കൂടുതൽ ഉണ്ടാവുന്നത്. കാരണം അവരുടെ റെസ്പിറേറ്ററി സിസ്റ്റം കുറച്ച് ഇമ്മച്ചുവർ ആയതുകൊണ്ടാണ്. പിന്നെ മറ്റൊരു കാറ്റഗറി എന്ന് പറയുന്നത് ഓൾഡ് ഏജ് ഗ്രൂപ്പാണ്. ഓക്കെ, കാരണം അവരുടെ ഇമ്മ്യൂണിറ്റി ഒക്കെ ഇങ്ങനെ കുറഞ്ഞു വരും. അപ്പോൾ ആ ഒരു ഏജിലാണ് നമ്മുടെ പണ്ടേ ഉണ്ടായിരുന്ന നമ്മുടെ TB ബാക്ടീരിയ റിയാക്ടിവിറ്റി അല്ലെങ്കിൽ ആക്ടിവേറ്റഡ് ആയിട്ട് നമുക്ക് TB ഇൻഫെക്ഷൻസ് ഒക്കെ കിട്ടുന്നത്. അപ്പോ നമ്മുടെ ബോഡി ഡിഫൻസ് ഫെയിൽ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ബോഡിയുടെ ആ ഒരു ഇമ്മ്യൂണിറ്റി പവർ കുറയുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ഇൻഫെക്ഷൻസിനെയാണ് നമ്മൾ ഓപ്പർച്യൂണിസ്റ്റിക് ഇൻഫെക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അത് ഇമ്മ്യൂൺ കോംപ്രമൈസ്ഡ് ആയിട്ടുള്ള സ്റ്റേറ്റ്, ഇപ്പം നമ്മൾ ഏതൊക്കെയാണ് നമ്മൾ പറയുന്നത്? ഇമ്മ്യൂണോ സപ്രസൻസ് എടുക്കുക, അല്ലെങ്കിൽ കോർട്ടിക്കോസ്റ്റീറോയിഡ്സ് റെഗുലർ ആയിട്ട് എടുക്കുന്ന ആൾക്കാരിൽ, അല്ലെങ്കിൽ HIV പോലുള്ള നമ്മുടെ ഇമ്മ്യൂണോളജീനെ അല്ലെങ്കിൽ ഇമ്മ്യൂണിറ്റീനെ അഫക്ട് ചെയ്യുന്ന കണ്ടീഷൻസിൽ, ഇതിലൊക്കെയാണ് നമുക്ക് ഓപ്പർച്യൂണിസ്റ്റിക് ഇൻഫെക്ഷൻസ് കാണാൻ പറ്റും. ഓക്കെ, ഇനി അടുത്തതാണ് നമുക്ക് ഇൻഫെക്ഷൻസ് എങ്ങനെയൊക്കെ നമ്മുടെ ബോഡിയിൽ ട്രാൻസ്മിഷൻ ചെയ്യാം അല്ലെങ്കിൽ ഒരു ട്രാൻസ്മിറ്റ് ചെയ്യാം, നമ്മുടെ ബോഡിയിൽ എങ്ങനെയൊക്കെ കിട്ടാം. ഓക്കെ, അതിന് പല മോഡുകളുണ്ട്. അപ്പോൾ നിങ്ങളടുത്ത് ചോദിക്കുകയാണ്, വാട്ട് ആർ ദി മോഡ്സ് ഓഫ് ട്രാൻസ്മിഷൻ ഓഫ് ഇൻഫെക്ഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പറഞ്ഞു കൊടുക്കണം. എന്തൊക്കെ പറയും? ആദ്യത്തെ കാര്യമാണ് ഇൻഹലേഷനിൽ കൂടെ സ്പ്രെഡ് ചെയ്യും, അല്ലേ? ഇൻഹലേഷനിലുണ്ട്. ഇൻഹലേഷനിൽ കൂടെ നമുക്ക് പറയാൻ പറ്റുന്ന കാര്യങ്ങൾ ഏതൊക്കെയാ എന്ന് പറയുന്നതാണ് നമ്മുടെ സാഴ്സ്, അല്ലെ? COVID-19 അല്ലെങ്കിൽ പന്നിപ്പനി, പക്ഷിപ്പനി, H1N1, H1N5. ഓക്കെ, അത് മാത്രമല്ല മീസിൽസ്, ചിക്കൻ പോക്സ്, ഓക്കെ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, ഇൻഫ്ലുവൻസ, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ വരുന്നത് ഇതിൽ കൂടിയാണ്, നമുക്ക് ഇൻഹലേഷണൽ റൂട്ടിലാണ്. ഓക്കെ, ഇനി രണ്ടാമതൊരു റൂട്ട് ഉണ്ട്, അതാണ് നമ്മുടെ ഇഞ്ചക്ഷൻ. ഓക്കെ, ഇഞ്ചക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഇഞ്ചക്ഷൻ അല്ല, ഇഞ്ചക്ഷൻ ആണ്. അത് 2 തരത്തിലുള്ള മെയിൻലി. ഒന്നുകിൽ നമുക്ക് വാട്ടർ ബോൺ ആയിരിക്കുക, അല്ലെങ്കിൽ എന്താവുക, അല്ലെങ്കിൽ ഫുഡ് ബോൺ ആയിരിക്കുക. ഓക്കെ, വാട്ടർ ബോൺ അല്ലെങ്കിൽ ഫുഡ് ബോൺ. ഓക്കെ, ഫുഡ് ബോൺ. ഇപ്പോൾ വാട്ടർ ബോൺ എന്ന് പറയുമ്പോൾ ഇതൊക്കെയാണ്, നമുക്ക് ഹെപ്പറ്റൈറ്റിസ് B കിട്ടാം, ഹെപ്പറ്റൈറ്റിസ് A കിട്ടാം, അല്ലെ? നമുക്ക് കോളറ കിട്ടാം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരാം. ഫുഡ് ഇഞ്ചക്ഷൻ വഴി നമുക്ക് കിട്ടുന്നതാണ് ഫുഡ് പോയിസണിങ് വരാം,
ടൈഫോയിഡ് വരാം, അല്ലേ? ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടാം. ഓക്കെ, ഇനി മൂന്നാമത്തെ ഒരു റൂട്ടാണ് ഇനോക്കുലേഷൻ. ഇനോക്കുലേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഇനോക്കുലേഷൻ ഇനോക്കുലേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയിലേക്ക് ഇഞ്ചക്ട് ചെയ്ത് കയറ്റുന്നതാണ്. ഓക്കെ, എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഞ്ചക്ട് ചെയ്ത് വരിക. അതിപ്പോ എന്തൊക്കെയാവാം? ഇപ്പൊ പട്ടി കടിച്ചു, നമുക്ക് റാബീസ് കിട്ടി, എക്സാമ്പിൾ ആണ്. ഓക്കെ, ഡോഗ് ബൈറ്റ്. ഡോഗ് ബൈറ്റിൽ കൂടെ നമുക്ക് റാബീസ് കിട്ടുന്നു, അതൊരു ഇനോക്കുലേഷൻ റൂട്ടാണ്. പിന്നെ നമ്മുടെ സ്പോർട്സ് ഓഫ് ടെറ്റനസ്, അല്ലെ? ടെറ്റനസ് എന്താണ്? ടെറ്റനസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ പിന്നെ എന്തെങ്കിലും നമ്മളെന്താണ് ഏതെങ്കിലും ഒരു ചെറിയ മുറി ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ TT വാക്സിൻ എടുക്കുന്നത് ആ മുറിയുടെ ഉള്ളിലേക്ക് ടെറ്റനസ് സ്പോർട്സ് കയറി പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്നുള്ളത് കൊണ്ടാണ്, അല്ലെ? അതേപോലെ തന്നെ ഷെയറിംഗ് ഓഫ് നീഡിൽസ്, അല്ലെ? ഹെപ്പറ്റൈറ്റിസ് B, അതേപോലെ തന്നെ HIV, അതും ഈ ഇനോക്കുലേഷൻ റൂട്ടിൽ കൂടെ വരുന്നതാണ്. ഓക്കെ, ഇനി നാലാമത്തെയാണ് ഇൻസെക്ട് വഴി. ഇൻസെക്ട് വഴി പടരുന്നതിന് നമ്മൾ എൻഡമോളജി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാറ്റഗറി തന്നെ ഉണ്ട്, അതിന്റെ സ്റ്റഡിനെ പറ്റിയിട്ട് പറയുന്നത്. അതിപ്പം മോസ്കിറ്റോ വഴിയാവാം. ഓക്കെ, മോസ്കിറ്റോ വഴിയാവാം, അല്ലെങ്കിൽ എന്താവാം, നമുക്ക് ബാക്കിയുള്ള ഫ്ലീസ് ഒക്കെ കൊണ്ടാവാം. ഓക്കെ, ഈച്ചകളൊക്കെ കൊണ്ടാവാം. അപ്പൊ ഈ ഇൻസെക്റ്റിൽ ഉണ്ടല്ലോ നമുക്ക് രണ്ട് തരത്തിലുള്ള ട്രാൻസ്മിഷൻ ഉണ്ട്. ഒന്ന് പറയുന്നതാണ് മെക്കാനിക്കൽ ട്രാൻസ്മിഷൻ, രണ്ടാമത്തെയാണ് ബയോളജിക്കൽ. മെക്കാനിക്കൽ എന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്കിപ്പോ ഒരു ഈച്ച, ഒരു കൊളറ വന്ന ഒരു പേഷ്യന്റിന്റെ ഒരു അപ്പീൽ പോയിരിക്കുന്നു, പിന്നെ അവിടെ നിന്ന് നേരെ എടുത്തിട്ട് അത് പ്രത്യേകിച്ച് ഒന്നും ചെയ്യുന്നില്ല, അവിടെ ചെയ്യുന്നു, അതിന്റെ കാലിൽ കുറച്ച് പിന്നെ അവരുടെ സ്റ്റൂളിന്റെ കുറച്ച് കണ്ടൻസ് ഉണ്ടായിരുന്നു, അത് നേരെ പോയിട്ട് ഏതെങ്കിലും ഒരു ഫുഡ് ഐറ്റംസിൽ ഇരുന്ന് കഴിഞ്ഞാല് അയാൾക്ക് ആ ഒരു ഇൻഫെക്ഷൻ കിട്ടാനുള്ള ചാൻസ് ഉണ്ട്, അല്ലേ? അതിനെയാണ് നമ്മൾ മെക്കാനിക്കൽ ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത്. പക്ഷെങ്കിൽ നമ്മുടെ ആ ഒരു ഈച്ചയുടെ ഉള്ളിലേക്ക്, ശരീരത്തിലേക്ക് അത് പ്രവേശിച്ചിട്ടുണ്ടോ? ഇല്ല. അതിന്റെ ശരീരത്തിൽ യാതൊരു തരത്തിലുള്ള ആ ഒരു ഇൻസെക്ട് കയറിപ്പോയിട്ടും ഇല്ല, അതിനൊന്നും സംഭവിച്ചിട്ടും ഇല്ല. ജസ്റ്റ് എന്ത് ചെയ്തിട്ടുള്ളൂ, അവിടെയുള്ള കുറച്ച് സാധനങ്ങൾ ഇപ്പുറത്ത് കൊണ്ടുപോയിട്ട് ട്രാൻസ്ഫർ ചെയ്ത് വെച്ചെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെങ്കിൽ നിങ്ങൾക്ക് ബയോളജിക്കൽ എന്ന് പറയുമ്പോഴത്തേക്ക് അതിനെയാണ് നമ്മൾ മെക്കാനിക്കൽ ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത്. രണ്ടാമത്തെയാണ് ബയോളജിക്കൽ. ബയോളജിക്കൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ബയോളജിക്കൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയിൽ കയറിയിട്ട്, അല്ലെങ്കിൽ ഈച്ചയുടെ ഉള്ളിൽ കയറിയിട്ട്, അല്ലെങ്കിൽ നമ്മുടെ മോസ്കിറ്റോസിന്റെ ഉള്ളിൽ കയറിയിട്ട് അതിന് കുറച്ച് മാറ്റങ്ങളൊക്കെ വരും. ഓക്കെ, അതിന് പലതരത്തിലുള്ള പേരുകളുണ്ട്. പ്രൊപ്പഗേറ്റീവ്, സൈക്ലോ പ്രൊപ്പഗേറ്റീവ്, സൈക്ലോ ഡെവലപ്മെന്റൽ എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. നമ്പർ ചിലപ്പം കൂടാം. ഇപ്പോൾ ഒരാളായിരിക്കും കയറി പോയിട്ടുണ്ടാവുക, ഇപ്പൊ ആ പക്ഷെങ്കിൽ അത് 10 തിരിച്ചു വന്നു. ഓക്കെ, ചിലപ്പം ഒരാൾ കയറിപ്പോയ അതേ രീതിയിലായിരിക്കില്ല തിരിച്ചു വരുന്നത്, അത് വേറെ രീതിയിലായിരിക്കും തിരിച്ചു വരിക. ചിലപ്പോൾ 10 നമ്പർ ആവാം, രീതി മാറാം. ഓക്കെ, ഇങ്ങനെയൊക്കെ വരുന്നതിനെയാണ് നമ്മൾ ബയോളജിക്കൽ എന്ന് പറയുന്നത്. ഇപ്പൊ മലേറിയ, അല്ലെ? മലേറിയ നമ്മളിപ്പോ മോസ്കിറ്റോസ് ബേസ്ഡ് ആയിട്ടുള്ളത്, നമ്മൾ EDC, EGPT, മലേറിയ, എനാഫിലസ് മോസ്കിറ്റോ, ക്യൂലക്സ് മോസ്കിറ്റോ, മാൻസോണിയ, ഇതേപോലെയുള്ള മോസ്കിറ്റോസിന്റെ ഉള്ളിലൊക്കെ കുറച്ച് ബയോളജിക്കൽ പ്രോസസ്സ് നടന്നിട്ട് പുറത്തേക്ക് വരുന്നതിനെയാണ് നമ്മൾ ഈ മോസ്കിറ്റോസിലൊക്കെ സംഭവിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇൻസെക്ട് കഴിഞ്ഞു. അപ്പൊ നമ്മൾ ഏതൊക്കെ പഠിച്ചു? ഇൻഹലേഷനിൽ പറഞ്ഞു, ഇഞ്ചക്ഷൻ പറഞ്ഞു, ഇനോക്കുലേഷൻ പറഞ്ഞു, പിന്നെ പറഞ്ഞതാണ് ഇൻസെക്ട്, അല്ലെ? ഇനി അടുത്തതാണ് ട്രാൻസ്പ്ലാസന്റ്. ട്രാൻസ്പ്ലാസന്റിൽ ആയിട്ടുള്ള കണ്ടീഷൻസ് എന്തൊക്കെയാണ്? പ്ലാസന്റിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മയിൽ നിന്ന് കുട്ടിയിലേക്ക് സ്പ്രെഡ് ആവുന്നതാണ്. അതിനൊരു കോമൺ ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഏതാണ്? ഏതാണ്? Okay, what is torch? Toxoplasmosis. Very good. Toxoplasmosis. Rubella. Cytomegalovirus. Haemophilus influenza അല്ല. Haemophilus influenza എന്ന് പറയുന്നത് വേറെ ഉദ്ദേശം. ഇത് ഹെർപ്പസ് ആണ്. ഓക്കെ, ഹെർപ്പസ് സിംപ്ലക്സ് ആണ്. ഓക്കെ, ഹെർപ്പസ് സിംപ്ലക്സ്. ഓക്കെ, ഇതില് ഓൾമോസ്റ്റ് ഈ ടോക്സോപ്ലാസ്മോസിസ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഏത് എങ്ങനെയാണ് നമുക്ക് ഒരു പ്രഗ്നന്റ് ലേഡിക്ക് എങ്ങനെയുള്ള ആൾക്കാർക്കാണ് ടോക്സോപ്ലാസ്മോസിസ് കിട്ടാനുള്ള ഏറ്റവും വലിയ റിസ്ക് അറിയോ? ടോക്സോപ്ലാസ്മോസിസ് ഒരു പ്രഗ്നന്റ് ലേഡിക്ക് അങ്ങനെ കോമൺ ആയിട്ട് കാണുന്ന കണ്ടീഷൻ ഒന്നല്ല ഈ ടോക്സോപ്ലാസ്മോസിസ് എന്ന് പറയുന്നത്. വളരെ റെയർ ആണ്. മാത്രമല്ല ഇതിൽ ഒരുപാട് കൺജന്റൽ മാൽഫോർമേഷൻസ് ഉണ്ടാക്കുകയും ചെയ്യാം. മദറിൽ ഇത് വന്നു കഴിഞ്ഞാൽ അങ്ങനെ അറിയൊന്നുമില്ല നമ്മള്, പക്ഷെ ഒരുപാട് കൺജന്റൽ മാൽഫോർമേഷൻസ് ഉണ്ടാക്കാം. ഏത് വഴിക്കാണ് കിട്ടുന്നത്? ഏതെങ്കിലും ജീവിനെ വളർത്തി കഴിഞ്ഞാല് കിട്ടാനുള്ള ഒരു
വെരി ഗുഡ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പൂച്ചയിൽ കൂടിയാണ് അല്ലെങ്കിൽ കാറ്റ്സിൽ കൂടെ പടരുന്ന ഒരു ഡിസീസ് ആണ് ടോക്സോപ്ലാസ്മോസിസ്. ഓക്കെ, അപ്പോ ടോക്സോപ്ലാസ്മോസിസ് എന്ന് പറയുന്നത് മെയിൻലി അതിന്റെ സ്പ്രെഡിംഗ് റൂട്ട് എന്ന് പറയുന്നത് കാറ്റ്സ് ആണ്. ഇനി റുബെല്ലയെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ റുബെല്ലയാണ് അടുത്ത ആള്. റുബെല്ല അത്യാവശ്യം കോമൺ ആണ്. ഓക്കെ, പ്രത്യേകം ശ്രദ്ധിക്കുക, റുബെല്ല വളരെ കോമൺ ആയിട്ടുള്ള കണ്ടീഷനാണ്. പക്ഷെങ്കിൽ നമുക്കൊക്കെ റുബെല്ല വന്നു കഴിഞ്ഞാൽ അത് അറിയൂല. കാരണം എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ 80% ഓഫ് കേസസും സബ് ക്ലിനിക്കൽ ഇൻഫെക്ഷൻസ് ആണ്. സബ് ക്ലിനിക്കൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് വരും, നമ്മൾ ഒരു കാര്യം അറിയില്ല, അതിന്റെ ഇൻഫെക്ഷൻസ് വന്നതും പോയതൊന്നും നമുക്ക് അറിയണ്ടാവില്ല. പക്ഷെങ്കിൽ ഇത് എപ്പോഴാണ് അറിയുക? നമുക്ക് പ്രഗ്നൻസിയിൽ അറിയും. അത് മദറിന് എന്തെങ്കിലും കുഴപ്പമുണ്ടാവോ? ഇല്ല. നമ്മളിപ്പം ഈ റുബെല്ല എങ്ങനെയാ കണ്ടുപിടിക്കുന്നതെന്ന് അറിയോ? ഇപ്പം റിപ്പീറ്റഡ് ആയിട്ടുള്ള അബോർഷൻസ് ഉണ്ടാവും. ആദ്യം ഒരു അബോർഷനായി, പിന്നെ ഒരു അബോർഷനായി. ഓക്കെ, അത് ഒരു രണ്ട് അബോർഷൻ കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഡോക്ടർ പിന്നെ ഒബ്സ്റ്റട്രീഷ്യൻ പ്രിസ്ക്രൈബ് ചെയ്യും നമുക്കൊരു ടോർച്ച് സ്ക്രീനിങ് നടത്താന്നുള്ളത്. അങ്ങനെ നമ്മൾ കൊണ്ടുപോയിട്ട് റുബെല്ല ചെക്ക് ചെയ്യുമ്പോഴാണ് നമുക്ക് ഒന്നുകിൽ IgG റുബെല്ല പോസിറ്റീവ് ആയിരിക്കും, അല്ലെങ്കിൽ IgM റുബെല്ല പോസിറ്റീവ് ആയിരിക്കും. IgG ആണ് കോമൺ ആയിട്ട് റുബെല്ല പോസിറ്റീവ് ആയിട്ട് കാണാറുള്ളത്. IgG എന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ടെപ്പോഴോ റുബെല്ല വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. കാരണം മദർ അറിഞ്ഞിട്ടുണ്ടോ, അല്ലെങ്കിൽ ആ ഒരു പിന്നെ സ്ത്രീ അറിഞ്ഞിട്ടുണ്ടോ റുബെല്ല ഇൻഫെക്ഷൻ വന്നത്? ഇല്ല. കാരണം എന്തുകൊണ്ടാണ്? ഇതിന്റെ മെയിൻലി സബ് ക്ലിനിക്കൽ ആയതുകൊണ്ടാണ്. ഓക്കെ, ടോർച്ച് ഇൻഫെക്ഷൻസ് അബോർഷൻ ഉണ്ടാക്കോ? ഉണ്ടാക്കാം. കൺജന്റൽ മാൽഫോർമേഷൻസ് ഉണ്ടാക്കോ? ഡെഫിനറ്റ് ആയിട്ട് ഉണ്ടാക്കാം. അത് ഏത് വീക്കിലാണ് വരുന്നതെന്നനുസരിച്ചിട്ട് നമുക്ക് എന്തുണ്ടാക്കാം? കൺജന്റൽ മാൽഫോർമേഷൻസ് ഉണ്ടാക്കാം. റുബെല്ലയിൽ ഒരു ട്രയാഡ് ഉണ്ട്, നിങ്ങൾ കേട്ടിട്ടുണ്ടോ? റുബെല്ലയിൽ കൺജനിറ്റൽ റുബെല്ല, ഇത് ആർക്കാണ്? മദറിന് എന്തെങ്കിലും കുഴപ്പം പറ്റുമോ റുബെല്ല വന്നു കഴിഞ്ഞാൽ? ഇല്ല. ഇത് നേരെ ട്രാൻസ് പ്ലാസന്റലി എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലാസന്റയിൽ കൂടെ കയറി പോയിട്ട് കുട്ടിക്കാണ് ഇത് കുഴപ്പമുണ്ടാക്കുക. എന്തൊക്കെയാണ് മെയിൻ കുഴപ്പങ്ങൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു കാര്യം ഓർമ്മിച്ച് വെച്ചാൽ മതി. അതാണ് കഫേ കോഫിഡേ. എന്താണ് ഈ കഫേ? ദാറ്റ് ഈസ് എന്തൊക്കെയാണ്? കൺജനിറ്റൽ റുബെല്ല സിൻഡ്രോം. കാറ്ററാക്ട്. വെരി ഗുഡ്. കാറ്ററാക്ട്. പിന്നെന്താണുള്ളത്? ഓക്കെ, കാർഡിയാക് ഡിഫക്ട്സ്. ഓക്കെ, എന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിൻലി ഏത് ഡിഫക്റ്റ് ആണ് ഉണ്ടാവുന്നത്? ഏത് കാർഡിയാക് ഡിഫക്റ്റ് ആണ് ഉണ്ടാവുന്നത്? അല്ലെ, ഏതാണ്? ദാറ്റ് ഈസ് PDA, പേറ്റന്റ് ഡക്ടസ് ആർട്ടീരിയോസസ് ആണ്. ആൻഡ് ലാസ്റ്റ് വൺ ഈസ് ഡെഫ്നെസ്. ഓക്കെ, ഈ കുട്ടിക്ക് കണ്ണ് കാണാനും അതേപോലെ തന്നെ കേൾവി ശക്തിയൊക്കെ ചിലപ്പോൾ നഷ്ടപ്പെട്ടു പോവാ. മാത്രമല്ല കാർഡിയക് ഡിഫക്റ്റും കാണും. ദാറ്റ് ഈസ് കൺജനിറ്റൽ റുബെല്ല സിൻഡ്രോം. ഓക്കെ, പിന്നെ മറ്റൊരു കോമൺ ആയിട്ടുള്ള ഒരു സംഭവമാണ് ബ്ലൂബെറി മഫിൻ ലീഷൻസ്. ബ്ലൂബെറി എല്ലാവരും കണ്ടിട്ടുണ്ടാവുമല്ലോ. മഫിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കേക്ക് പോലെയുള്ള സാധനം, അതൊന്നും നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കും. അപ്പം ബ്ലൂബെറിയിൽ പിന്നെ ഒരു മഫിൻസിൽ ബ്ലൂബെറി ഇട്ടതുപോലെ നമുക്ക് ഒരു കളറിൽ നമുക്ക് ഇങ്ങനെ ലീഷൻസ് കാണാൻ പറ്റും. ഓക്കെ, സൈറ്റോമെഗാല വൈറസ് എന്ന് പറയുന്നതും ഇതേപോലെ തന്നെയുള്ള കൂടുതലും സബ് ക്ലിനിക്കൽ ഇൻഫെക്ഷൻ ആയിട്ട് വരുന്നതാണ്. ഇതിൽ നമുക്ക് കോമൺ ആയിട്ട് സബ് ക്ലിനിക്കൽ ഇൻഫെക്ഷൻ കിട്ടുകയും ചെയ്യും, അല്ലാതെ മറ്റെങ്ങനെയും വരുന്ന ഒരു സംഭവമാണ് ഹെർപ്പിസ് സിംപ്ലക്സ് എന്ന് പറയുന്നത്. ഹെർപ്പിസ് സിംപ്ലക്സ് ഇത് വളരെ ഡേഞ്ചർ ആണ് ഈ സാധനം. അപ്പോ ഇതാണ് ടോർച്ച് ഇൻഫെക്ഷന്റെ കാര്യം. ഓക്കെ, ഇനി ഏതെങ്കിലും ടൈപ്പ് ഓഫ് ട്രാൻസ്മിഷൻ നിങ്ങൾക്ക് അറിയോ? അതാണ് കോണ്ടാക്ട് ട്രാൻസ്മിഷൻ. അല്ലേ, എല്ലാവരും ഒന്ന് മൈക്ക് ഓഫ് ആക്കാവോ? കോണ്ടാക്റ്റിലൂടെ കൂടെയും നമുക്ക് എന്ത് വരാം? ഇൻഫെക്ഷൻസ് സ്പ്രെഡ് ചെയ്യാം. അപ്പൊ കോണ്ടാക്ട് എന്ന് പറയുമ്പോൾ അത് ഏതൊക്കെ കോണ്ടാക്ട് ആവാം? സെക്ഷൽ കോണ്ടാക്ട് ആവാം, ചിലപ്പം കിസ്സിങ്ങിലൂടെ ആവാം. അല്ലേ, സെക്ഷൽ കോണ്ടാക്റ്റിൽ വളരെ കോമൺ ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന പിന്നെ കണ്ടീഷൻ ഏതാണ്? HIV. ഓക്കെ, വളരെ കോമൺ ആയിട്ടുള്ളതാണ് HIV. ഓക്കെ, കേരളത്തിലെ HIV കണക്കുകളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇപ്പൊ റീസെന്റ് ആയിട്ടുള്ളത് വളരെ ഞെട്ടിപ്പിക്കുന്നതാണ് അല്ലെ. പിന്നെ അടുത്തതാണ് പിന്നെ കിസ്സിങ്ങിലൂടെ വളരെ കോമൺ ആയിട്ട് സ്പ്രെഡ് ചെയ്യുന്നത്. അങ്ങനെ നമ്മളെ HIV ഒന്നും അല്ലെങ്കിൽ HBsAg ഒന്നും അങ്ങനെ കിസ്സിങ്ങിലൂടെ ഒന്നും അത്തരത്തിൽ സ്പ്രെഡ് ചെയ്യുന്നില്ല. നമ്മൾ ഇതുവരെ തെളിയിച്ചിട്ടില്ല സലൈവയിൽ കൂടെ സ്പ്രെഡ് ചെയ്യുന്നത്. അതേസമയം കിസ്സിങ്ങിലൂടെ വളരെ കോമൺ ആയിട്ട് സ്പ്രെഡ് ചെയ്യുന്ന ഒരു കണ്ടീഷൻ ഉണ്ട്. ഏതാ കണ്ടീഷൻ അറിയും നിങ്ങൾക്ക്? That is IMN, infectious mononucleosis. ആരാ ഉണ്ടാക്കുന്നത്? എപ്സ്റ്റീൻ ബാർ വൈറസ്. ഓക്കെ, ചിലപ്പോ നിങ്ങളടുത്ത് ഈ ഇന്റർവ്യൂർ എങ്ങനെയാ ക്വസ്റ്റ്യൻ ചോദിക്കാന്നറിയോ? ഇപ്പൊ നിങ്ങളടുത്ത് ചോദിക്കാം, ഇപ്പം കോണ്ടാക്ട് ട്രാൻസ്മിഷനെ പറ്റി പറയാണ്, അതിൽ കിസ്സിങ്ങിലൂടെ സ്പ്രെഡ് ചെയ്യുന്ന അസുഖത്തിനെ പറ്റി പറയാണ്. അപ്പൊ നിങ്ങൾ പറയും ഇൻഫെക്ഷ്യസ് മോണോന്യൂക്ലിയോസിസ്, അതിനെ നമ്മൾ കിസ്സിംഗ് ഡിസീസ് എന്ന് കൂടെ വിളിക്കുന്നു പറയും. അപ്പം നിങ്ങളടുത്ത് ചോദിക്കാം അത് ആരാണ് ഉണ്ടാക്കുന്നത്? അപ്പൊ നിങ്ങൾ പറയും എപ്സ്റ്റീൻ ബാർ വൈറസ്. ഓക്കെ, എന്തെങ്കിലും കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ടോ എന്ന് ചോദിക്കും. ഓക്കെ, അപ്പം ചിലപ്പോൾ അങ്ങനെയൊക്കെ ചോദിക്കാം. അപ്പോൾ ഇത് കുട്ടികളിൽ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. സ്പ്ലെനിക് ഇഞ്ചറി ഉള്ളത് കൊണ്ട് തന്നെ പ്ലേ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഭയങ്കര മാരകമായിട്ടുള്ള കളികളുണ്ടല്ലോ,
അത്തരത്തിലുള്ള കളികൾ ഒഴിവാക്കാനായിട്ട് പ്ലേ അവോയ്ഡ് ചെയ്യേണ്ട ഒരു കണ്ടീഷനാണ് ഈ ഒരു ഇൻഫെക്ഷസ് മോണോന്യൂക്ലിയസസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് കോണ്ടാക്ട്. ഇപ്പൊ മോഡ്സ് ഓഫ് ട്രാൻസ്മിഷൻ നമ്മൾ ഏകദേശം പറഞ്ഞു. ഇൻഹലേഷൻ, ഇൻജക്ഷൻ, ഇനോക്കുലേഷൻ, ഇൻസെക്ട് വഴിയുള്ളത്, ട്രാൻസ്പ്ലാസന്റ് ഉള്ളത്, കോണ്ടാക്ട് ട്രാൻസ്മിഷൻ. ഓക്കെ, ഇനി അടുത്ത ഒരു ഏരിയയിലേക്ക് പോവാം. നമുക്ക് ഇതിനെ എങ്ങനെ പ്രിവെന്റ് ചെയ്യാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബാക്ക് ബോൺ ഓഫ് ഇൻഫെക്ഷൻ കൺട്രോൾ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു കോർണർ സ്റ്റോൺ അല്ലെങ്കിൽ ബാക്ക് ബോൺ എന്ന് പറയുന്നതാണ് എന്ത്, നമ്മുടെ ഹാൻഡ് ഹൈജീൻ, ഹാൻഡ് വാഷിംഗ്. ഓക്കെ, അപ്പൊ ഇതിനെ ഇൻവെന്റ് ചെയ്തിരുന്ന ആളാരാന്ന് അറിയോ നിങ്ങൾക്ക്? ഹാൻഡ് വാഷിംഗ് ഇൻവെന്റ് ചെയ്തിട്ടുള്ള ആളുടെ പേരാണ് ഇഗ്നസ് സെമൽവിസ്. ഓക്കെ, ഇഗ്നസ് സെമൽവിസ് എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ പേര്. വളരെ ഫ്രീക്വന്റ് ആയിട്ട് ഇപ്പം ചോദിച്ചു വരുന്നുണ്ട്. 2 PSC എക്സാംസിന് ഞാൻ ഈ ഒരു ക്വസ്റ്റ്യൻ കണ്ടു. ഓക്കെ, അപ്പോ നമുക്ക് ഹാൻഡ് ഹൈജീൻ എന്ന് പറയുന്നില്ലേ, ഹാൻഡ് ഹൈജീൻ നമുക്ക് 2 തരത്തിൽ ചെയ്യാം. ഓക്കെ, 2 തരത്തിൽ എന്ന് പറയുമ്പോൾ നമുക്ക് ഒന്നുകിൽ ഹാൻഡ് വാഷ് ചെയ്യാം, അല്ലെ? നമ്മൾ സാധാരണ ചെയ്യാറുള്ളതാണ് ഹാൻഡ് വാഷിംഗ്, അല്ലെ? നമ്മൾ വാട്ടർ ആൻഡ് സോപ്പ് ഒക്കെ ഉപയോഗിച്ചിട്ട് നമ്മൾ ചെയ്യുന്നതിനാണ് നമ്മൾ ഹാൻഡ് വാഷിംഗ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ ടൈപ്പ് ആണ് ഹാൻഡ് റബ്ബിംഗ്. ഓക്കെ, ഹാൻഡ് റബ്സ് യൂസ് ചെയ്യാം, അല്ലെ? വളരെ കോമൺ ആയിട്ട് നമ്മൾ ചെയ്യുന്ന മറ്റൊരു പ്രാക്ടീസ് ആണ് ഹാൻഡ് റബ്. ആൽക്കഹോൾ ബേസ്ഡ് ആയിട്ടുള്ള ഹാൻഡ് റബ്. നമ്മൾ സാനിറ്റൈസർ ഉപയോഗിക്കുന്നു, എന്നിട്ട് ഹാൻഡ് റബ്. നമ്മൾ വെറുതെ ഇങ്ങനെ തേച്ച് പോവുകയാണ് ചെയ്യാറുള്ളത്. പക്ഷേ അങ്ങനെയല്ല, അതിനും ഒരു രീതിയുണ്ട്, ഒരു മെത്തേഡ് ഉണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഫസ്റ്റ് നോക്കേണ്ടതാണ് ഹാൻഡ് ഹൈജീൻ ടെക്നിക് വിത്ത് ആൽക്കഹോൾ ബേസ്ഡ് ഫോർമുലേഷൻ. ഓക്കെ, ആൽക്കഹോൾ ബേസ്ഡ് ഹാൻഡ് വാഷിംഗ് എന്നുള്ളതാണ് ABHR എന്ന് പറയും. അപ്പോ ഹാൻഡ് റബ്സ് എന്നാണ് പറയുന്നത് ABHR. ആൽക്കഹോൾ ബേസ്ഡ് ഹാൻഡ് റബ്സ് ABHR. ഇതിൽ നിങ്ങൾക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എത്രയാണ് ഡ്യൂറേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാൻഡ് ഹൈജീൻ ടെക്നിക് യൂസിങ് ABHR എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൽക്കഹോൾ ബേസ്ഡ് ഫോർമുലേഷൻ ഉപയോഗിച്ചിട്ട് നമ്മൾ ഹാൻഡ് ഹൈജീൻ നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നതാണ് 20 to 30 seconds. ഓക്കെ, 20 to 30 seconds ആണ്. ഓക്കെ, അപ്പൊ എപ്പോഴാണ് നമ്മൾ ഹാൻഡ് റബ്സ് ഉപയോഗിക്കേണ്ടത്? എപ്പോഴാണ്? നോട്ട് വിസിബിളി സോയിൽഡ് ആണെന്നുണ്ടെങ്കിൽ, ഓക്കെ, നോട്ട് വിസിബിളി കണ്ടാമിനേറ്റഡ് ആണെന്നുണ്ടെങ്കിൽ. ഓക്കെ, നമ്മുടെ കയ്യിൽ നമ്മളിപ്പോ ഒരു പേഷ്യന്റിന്റെ സറൗണ്ടിങ്സ് ഒക്കെ തൊട്ടു, പക്ഷെങ്കിൽ നമുക്കൊന്നും കാണാനില്ല. നമുക്ക് പേഷ്യന്റ് എന്തെങ്കിലും ബ്ലഡോ അല്ലെങ്കിൽ സ്റ്റൂളോ യൂറിനോ ഒന്നും തന്നെ നമ്മുടെ കയ്യിലൊന്നും ആയിട്ടില്ല. നമ്മുടെ കൈയൊക്കെ സേഫ് ആണെന്ന് നമുക്ക് തന്നെ അറിയാം. ഓക്കെ, അത്തരത്തിലുള്ള കണ്ടീഷൻസിൽ നമുക്ക് എന്തുപയോഗിച്ചാൽ മതി? ഹാൻഡ് ബേസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ആൽക്കഹോൾ ബേസ്ഡ് ആയിട്ടുള്ള ഹാൻഡ് റബ്സ് ഉപയോഗിച്ചാൽ മതി. ഇപ്പം മെയിൻ ആയിട്ടുള്ള ക്രൈറ്റീരിയ എന്ന് പറയുന്നതാണ് ഹാൻഡ്സ് ആർ നോട്ട് വിസിബിളി കണ്ടാമിനേറ്റഡ്. ഓക്കെ, ആ കേസിലാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? നമ്മൾ ABHR യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഡ്യൂറേഷൻ എത്രയാണ്? 20 to 30 seconds. ഓക്കെ, അപ്പൊ ഇതിന്റെ ടെക്നിക്സ് നിങ്ങൾ ഒന്ന് നോക്കി വെച്ചോളാം. കാരണം ഇത് ചോദിക്കാന്ന് മാത്രമല്ല, നമ്മുടെ ഡെയിലി പ്രാക്ടീസിൽ ഇത് കൊണ്ടുവരുന്നതും നമുക്ക് വേണ്ടിയിട്ടും പേഷ്യൻസിന് വേണ്ടിയിട്ടും ഇത് ഉപകാരപ്പെടും. ഓക്കെ, ഞാൻ ഇതിന്റെ ടെക്നിക്സ് ഒന്നും എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. മിക്കവാറും ഇതിന്റെ ടെക്നിക്സ് ഒന്നും അങ്ങനെ നിങ്ങളടുത്ത് എക്സ്പ്ലെയിൻ ചെയ്ത് ചോദിക്കാനുള്ള ഒരു ചാൻസ് കുറവാണ്. പക്ഷെങ്കിൽ എങ്ങാനും ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പം ചോദിക്കുകയും ചെയ്യാം. അത്തരത്തിലുള്ള ഒരു സംഭവമാണിത്. ഓക്കെ, അപ്പൊ നിങ്ങൾ പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഹാൻഡ് വാഷിംഗ് രീതി കാണിക്കുക എന്നുള്ളത് അത് ഒരു ഗുഡ് പ്രാക്ടീസിനും സെൽഫും നമ്മുടെ പേഷ്യൻസിനും അതേപോലെ തന്നെ എക്സാമിനർക്ക് ഒരു അപ്രീസിയേഷൻ കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ നിങ്ങൾക്ക് നല്ലതാണ്. അപ്പൊ ഇതൊന്ന് നോക്കി വെച്ചോളാം. നമ്മൾ സാനിറ്റൈസർ എടുക്കുന്നു, ഹാൻഡ് ഒരു പാംഫുൾ എന്നാണ് പറയുന്നത്. നമ്മുടെ കയ്യിൽ വളരെ കുറച്ചല്ലേ എടുക്കേണ്ടത്, തീർന്നു പോകുന്നുള്ള പേടിയൊന്നും വേണ്ട. കാരണം നമ്മൾ ആഡിക്കേറ്റ് ആയിട്ടുള്ള സപ്ലൈ ഇൻഷുർ ചെയ്യണം ആദ്യം. അപ്പോ നമ്മൾ ഒരു പാം ഫുൾ ആയിട്ടുള്ള നമ്മൾ സാനിറ്റൈസർ എടുക്കുന്നു, പിന്നെ നമ്മൾ പാം ടു പാം സ്പ്രെഡ് ചെയ്യുന്നു, പിന്നെ നമ്മൾ എന്താണ് ചെയ്യുന്നത്? ഇന്റർലേസ്ഡ് ഫിംഗേഴ്സ്. ഓക്കെ, ആൻഡ് വൈസ് വേഴ്സ, അപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടും നമ്മൾ മാറ്റി ചെയ്യുന്നു. പിന്നെ നമ്മൾ പാം ടു പാം വിത്ത് ഫിംഗർ ഇന്റർലേസ്ഡ് ആൻഡ് ബാക്ക് ഫിംഗർ ഇന്റർലോക്കിംഗ് ആണ് അടുത്തത്. ഓക്കെ, പിന്നെ അടുത്തതാണ് നമ്മുടെ തമ്പ്. ഓക്കെ, പിന്നെ നമ്മളിങ്ങനെ നടുക്കിങ്ങനെ റബ്ബ് ചെയ്യുന്നത്. ഓക്കെ, റൊട്ടേഷണൽ റബ്ബിങ്, അതാണ് ലാസ്റ്റ് നമ്മൾ ഡ്രൈ ചെയ്യിപ്പിക്കുന്നത്. ഓക്കെ, ദാറ്റ് ഇസ് ഓൾ അബൌട്ട് ABHR. ഇനി അടുത്തതാണ് നമ്മുടെ ഹാൻഡ് വാഷിംഗ്. ഹാൻഡ് വാഷിംഗ് എപ്പോഴൊക്കെയാണ് കമ്പൽസറി മാൻഡേറ്ററി ആവുന്നത്? എപ്പോഴൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എപ്പോഴൊക്കെയാണ്? ഒന്നാമത്തെയാണ് ബിഫോർ ആൻഡ് ആഫ്റ്റർ ഈറ്റിംഗ് ഫുഡ്. നമ്മൾ ഫുഡ് കഴിക്കുന്നതിന്റെ മുന്നേയും അതേപോലെ തന്നെ ശേഷവും നമ്മൾ ഹാൻഡ് വാഷ് തന്നെ ചെയ്തിരിക്കണം. അതിൽ നമ്മൾ ഹാൻഡ് റബ്ബ് ഉപയോഗിക്കാനായിട്ട് പാടില്ല.
രണ്ടാമത്തെയാണ് ആഫ്റ്റർ യൂസിങ് ടോയ്ലറ്റ്സ്. ആഫ്റ്റർ യൂസിങ് ടോയ്ലറ്റ്സ്. മൂന്നാമത്തെയാണ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്, വിസിബിൾ, നമുക്ക് ബ്ലഡ് കാണാൻ പറ്റുന്നുണ്ട്, അപ്പൊ കൊണ്ടുപോയിട്ട് സാനിറ്റൈസർ ഉരക്കാനായിട്ട് പാടില്ല. ഹാൻഡ്സ് ആർ വിസിബിളി സോയിൽഡ്. ആ കേസിൽ നമ്മൾ എന്ത് ചെയ്തിരിക്കണം? ഹാൻഡ് വാഷിംഗ് തന്നെ ചെയ്തിരിക്കണം. ഓക്കെ. പിന്നെ മാത്രമല്ല, നമ്മൾ പേഷ്യൻസ് വിത്ത്, നമ്മൾ ഹാൻഡിലിംഗ് പേഷ്യൻസ് വിത്ത് ഡയേറിയ, അല്ലെങ്കിൽ ഇൻകോണ്ടിനൻസ്. നമുക്ക് ഡയേറിയ അല്ലെങ്കിൽ ഇൻകോണ്ടിനൻസ് ഒക്കെ ഉള്ള പേഷ്യൻസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ വിസിബിളി കണ്ടാമിനേറ്റഡ് എല്ലാം എന്നുണ്ടെങ്കിൽ പോലും നമ്മൾ ഹാൻഡ് വാഷിംഗ് ചെയ്യാം. ഇനിയിപ്പോ ഹാൻഡ് വാഷിംഗ് ടെക്നിക് എന്ന് പറയുന്നത്, ഇതിനെടുക്കുന്ന ടൈം എന്ന് പറയുന്നതാണ് 40 to 60 seconds. ഓക്കെ, 40 to 60 seconds ആണ് നമ്മൾ സോപ്പ് ആൻഡ് വാട്ടർ ഉപയോഗിച്ചിട്ടുള്ള ഹാൻഡ് വാഷിങ്ങിന്റെ ടെക്നിക്. അപ്പോൾ ഈ ഹാൻഡ് വാഷിംഗ് എന്ന് പറയുന്നതിൽ 2 തരത്തിലുണ്ട്. ഓക്കെ, 2 തരത്തിൽ എന്ന് പറയുന്നത്, നമുക്ക് സർജിക്കൽ സ്ക്രബ് ഉണ്ട്, നമ്മുടെ നോർമൽ ക്ലീൻ പ്രൊസീജിയേഴ്സിന് ചെയ്യുന്ന നോർമൽ ഹാൻഡ് വാഷിംഗും ഉണ്ട്. ഓക്കെ, അപ്പൊ നോർമൽ ഹാൻഡ് വാഷിങ്ങിന് നമ്മൾ എടുക്കുന്ന സമയം എന്ന് പറയുന്നത് 40 to 60 seconds ആണ്. ഇനി അതേസമയം നിങ്ങൾ ഒരു OTയിൽ കയറാൻ, ഒരു സർജിക്കൽ പ്രൊസീജിയർ അല്ലെങ്കിൽ ഒരു സ്റ്റെറൈൽ ടെക്നിക്ക് ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ സർജിക്കൽ സ്ക്രബ് ചെയ്തിരിക്കണം. അതിന്റെ ടൈം എത്രയാണ്? സർജിക്കൽ സ്ക്രബിന്റെ ടൈം എന്ന് പറയുന്നത് 5 minutes. വെരി ഗുഡ്, ദാറ്റ് ഈസ് 3 to 5 minutes ആണ്. ഓക്കെ, 3 to 5 minutes ആണ്. മാത്രമല്ല, നമ്മളൊരു ക്ലീൻ പ്രൊസീജിയറിനാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ ഹാൻഡ് വാഷിംഗ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഈ കൈ ഉയർത്തി പിടിക്കേണ്ട ഒരു ആവശ്യമില്ല. നമ്മൾ നേരെ വെച്ചാലോ അല്ലെങ്കിൽ താഴ്ത്തി പിടിച്ചാലോ ഒക്കെ കുഴപ്പമൊന്നുമില്ല. അതേസമയം നിങ്ങൾ ഒരു സർജിക്കൽ സ്ക്രബ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ മുട്ട് വരെ നമ്മൾ ചെയ്യും, കൈമുട്ടുകൾ വരെ നമ്മൾ ചെയ്യും, സ്ക്രബ് ചെയ്യും. മാത്രമല്ല, അതിൽ നമ്മൾ ഒന്നുകിൽ നമുക്ക് സോപ്പ് ആൻഡ് വാട്ടർ ഉപയോഗിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ഈ ബിറ്റാഡിൻ പോലുള്ള സംഭവങ്ങൾ ഉപയോഗിച്ചിട്ട് നമ്മൾ ബിറ്റാഡിൻ ബേസ്ഡ് ആയിട്ടുള്ള സ്ക്രബുകൾ ഉണ്ട്, അത് നമുക്ക് ഉപയോഗിക്കാം. ഓക്കെ, അപ്പൊ അത് ഉപയോഗിച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഹാൻഡ്സ് കുറച്ച് മേൽപോട്ടാണ്, നമ്മുടെ ചെസ്റ്റിന്റെ മേലോട്ടേക്കാണ് പിടിക്കുന്നത്. ഓക്കെ, അത് നിങ്ങൾ ശ്രദ്ധിക്കുക. ഇത് മാത്രമേ ഒരു ഡിഫറൻസ് ഉള്ളൂ. പിന്നെ ഈ ഓൾമോസ്റ്റ് നമ്മുടെ ആൽക്കഹോൾ ബേസ്ഡ് ആയിട്ടുള്ള ഹാൻഡ് റബ്ബും ഹാൻഡ് വാഷും തമ്മിൽ പ്രത്യേകിച്ച് വ്യത്യാസങ്ങളൊന്നുമില്ല. ചെറിയ ചില പോയിന്റ്സ് മാത്രമേ വ്യത്യാസമുള്ളൂ. അത് നിങ്ങൾ നോക്കിയാൽ മതി. ഈ ഒരു ഇമേജ് നമ്മുടെ ഗൂഗിൾ ഇതിൽ കിട്ടും, നിങ്ങൾ നോക്കിയാൽ മതി. WHO ഹാൻഡ് വാഷിംഗ് ടെക്നിക്സ് എന്ന് പറഞ്ഞിട്ട് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിന്റെ PDF തന്നെ കിട്ടും. ഓക്കെ, അതിലെല്ലാത്തിന്റെയും നമ്മുടെ ടെക്നിക്സ് ഉണ്ട്, അത് നോക്കിയാൽ മതി. ഇത് നോക്കിയിട്ട് പോയിക്കോ. ഓക്കെ, ഇനി അടുത്തതാണ് ഹാൻഡ് വാഷിംഗുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ്. ഒരു നട്ട്ഷെൽ പോലെ നമുക്ക് നോക്കാം. ഇത് ഇൻവെന്റ് ചെയ്തിട്ടുള്ള ആളുടെ പേരാണ് ഇഗ്നസ് സെമൽവീസ്. ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആസ്പെക്ട് എന്ന് പറയുന്നതാണ് ഫ്രിക്ഷൻ. നമ്മൾ എത്രത്തോളം ഫ്രിക്ഷൻ കൊടുക്കുന്നു അതിനാണ് ഏറ്റവും ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. പിന്നെ ഡ്യൂറേഷൻ ഓഫ് ആൽക്കഹോൾ ബേസ്ഡ് ഹാൻഡ് റബ് എന്ന് പറയുന്നത് 20 to 30 seconds ആണ്. അതേസമയം നമ്മുടെ സോപ്പ് ആൻഡ് വാട്ടർ ഉപയോഗിച്ചിട്ട് നമ്മൾ ചെയ്യുന്ന ഹാൻഡ് വാഷിങ്ങിന് നമ്മൾ എടുക്കുന്ന സമയം എന്ന് പറയുന്നത് 40 to 60 seconds ആണ്. ഓക്കെ, ഇനി നമ്മുടെ സർജിക്കൽ സ്ക്രബ് ആണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ 3 to 5 minutes, ആവറേജ് നമ്മളൊരു 5 minutes എങ്കിലും നമ്മൾ ചെയ്തിരിക്കണം എന്നുള്ളതാണ്. ഇനി ABHRന് ഉപയോഗിക്കുന്ന സാനിറ്റൈസർ അല്ലെങ്കിൽ നമ്മൾ അതിനുള്ള ആൽക്കഹോൾ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് ഒരു 60 to 80% ആണ് റെക്കമെൻഡ് ചെയ്തിട്ടുള്ളത്. അതിനേക്കാളും കുറവുള്ളത് നമ്മൾ ഹാൻഡ് റബ്ബിന് ഉപയോഗിക്കാനായിട്ട് പാടില്ല. നമ്മൾ പിന്നെ നാട്ടിലൊക്കെ വരുന്ന സാനിറ്റൈസറിലൊക്കെ തന്നെ ഏകദേശം ഉണ്ടാവുന്നത് 70% ഐസോപ്രൊപ്പൈൽ ആൽക്കഹോളാണ്. ഓക്കെ, ഈഥൈൽ ആൽക്കഹോൾ, മീഥൈൽ ആൽക്കഹോൾ, അതുപോലെ തന്നെയുള്ള മറ്റൊരു സാധനമാണ് ഈ ഐസോപ്രൊപ്പൈൽ ആൽക്കഹോൾ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ റുട്ടീൻ മെത്തേഡ് ഓഫ് ഹാൻഡ് ഹൈജീൻ എന്ന് പറയുന്നത് അത് ABHR ആണ്. ഓക്കെ, നമ്മളിപ്പം വാർഡിൽ ഇപ്പൊ പേഷ്യന്റ് സറൗണ്ടിങ്സ് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ പേഷ്യന്റിനെ ടച്ച് ചെയ്യുന്നതിന്റെ തൊട്ട് മുന്നേ ആയിട്ട് ഇതൊക്കെ ഇപ്പോഴൊക്കെ നമുക്ക് റുട്ടീനായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് ABHR. ക്ലിയർ? ദെൻ ബെസ്റ്റ് മെത്തേഡ്, ഇനി നമ്മൾ ഹാൻഡ് വാഷിംഗ് ചെയ്തു കഴിഞ്ഞു, ഇനി അതിനെ ഡ്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് ഡിസ്പോസിബിൾ പേപ്പർ ഉപയോഗിക്കുന്നതാണ്. ഓക്കെ, അതാണ് എയിംസ് ഗൈഡ് ലൈൻസ് പറയുന്നത്. ഓക്കെ, ഇത് നോർസെറ്റിനൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മൾ ഒന്നുകിലും വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് തുണി ഉപയോഗിക്കാം, അല്ലെങ്കിൽ നമ്മുടെ ഒരു ബ്ലോവർ ഉണ്ട് അല്ലെ, എയർ ബ്ലോ ചെയ്തിട്ട് നമ്മൾ ഡ്രൈ ചെയ്യിപ്പിക്കാം. അതിനേക്കാളൊക്കെ ബെസ്റ്റ് എന്ന് പറയുന്നത് ഡിസ്പോസിബിൾ ആയിട്ടുള്ള പേപ്പർ ബേസ്ഡ് ആയിട്ടുള്ള സംഭവം ഉണ്ട്, അത് ഉപയോഗിക്കുക എന്നുള്ളതാണ്. ഹാൻഡ് വാഷിംഗ് ഡേ ഉണ്ട്, അത് 15th October ആണ്. പിന്നെ സ്റ്റെപ്സ് ഓഫ് ഹാൻഡ് വാഷിംഗ് എന്ന് പറയുന്നത് WHO പറയുന്നത് 8 steps ആണ്. ഇതാണ് നിങ്ങൾ മെയിൻ ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടത്. പിന്നെ NABH പറയുന്നത് 6 steps ആണ്. ഓക്കെ, അപ്പോ ഇന്നത്തേക്ക് എനിക്ക് തോന്നുന്നു ഇത്രയ്ക്ക് മതി. നിങ്ങൾക്ക് ഏകദേശം കുറച്ചൊക്കെ ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും ഹാൻഡ് വാഷിങ്ങിനെ പറ്റിയിട്ടും ഹാൻഡ് റബ്ബിനെ പറ്റിയിട്ടും. ഓക്കെ, അധികം ഓവർ ആയിട്ട് എടുക്കേണ്ട ആവശ്യമില്ല, കാരണം വളരെ കുറഞ്ഞ ടോപ്പിക്കുകൾ മാത്രമേ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, അപ്പോ ഇന്നത്തെ ക്ലാസ് ഞാനിവിടെ വൈൻഡ് അപ്പ് ചെയ്യാം. താങ്ക് യു എവരിവൺ, ഹാവ് എ നൈസ് ഡേ.